നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 177 177. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 177. ഇന്ന് ദ്വിതീയ സ്കന്ധത്തിൽ 7-ാം അധ്യായം, പ്രഥമ സ്കന്ധം ദ്വിതീയ സ്കന്ധത്തിലെ 7-ാം അധ്യായം, അതിൽ 30-ാമത്തെ ശ്ലോകം. ഗൃണ്ണീതയദ്യദുപബന്ധമുമുഷ്യമാദാ ശുൽഭം സുതസ്യ നതു തത്തദമുഷ്യമാദി യജൃംബദോ അസ്യ വദനേ ഭുവനാനി ഗോപീ സംവീക്ഷ്യ ശങ്കിതമനാ പ്രതിബോധിതാസീത്. ഗൃണ്ണീതയദ്ദിദുപബന്ധമുമുഷ്യമാദാം ശുൽഭം സുതസ്യ നതു തത്തദമുഷ്യമാദി യജൃംബദോ അസ്യ വദനേ ഭുവനാനി ഗോപീ സംവീക്ഷ്യ ശങ്കിതമനാ പ്രതിബോധിതാസീത്. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഇവൻ്റെ അമ്മ പുത്രൻ്റെ ബന്ധന സാധനമായിട്ട് ഏതേതു കയറിനെ ഗ്രഹിച്ചുവോ അതാത് മതിയാകുന്നില്ല. കോട്ടുവായിടുന്ന ഇവൻ്റെ മുഖത്തിൽ ലോകങ്ങളെ യശോദ കണ്ടിട്ട് ശങ്കിച്ച മനസ്സോടുകൂടിയവളായി പ്രബോധിപ്പിക്കപ്പെട്ടവളായിട്ട് ഭവിച്ചു. അതായത് ഭഗവാൻ മണ്ണ് തിന്നു എന്ന ആക്ഷേപത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വായ തുറക്കാൻ പറഞ്ഞു. അപ്പോൾ കണ്ട ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ, ഈ ശ്രീകൃഷ്ണൻ്റെ അമ്മയായ യശോദ പുത്രനായ ഭഗവാനെ കെട്ടിയിടുവാനുള്ള സാധനമായിട്ട് ഏതേത് കയറിനെ എടുത്തുവോ അത് സകലവും മതിയാകാത്തതായിട്ട് ഭവിച്ചു. ഈ കൃഷ്ണൻ കോട്ടുമായിട്ടപ്പോൾ ഗോപസ്ത്രീയായ യശോദ കൃഷ്ണമുഖാന്തർഭാഗത്തിൽ ലോകങ്ങളെ കണ്ട് സന്ദേഹിക്കുകയും ഒടുവിൽ ശ്രീകൃഷ്ണ മഹിമയെ അറിഞ്ഞവളായി ഭവിക്കുകയും ചെയ്തു. അതാണ് ഒരു സാധാരണ കുട്ടി വായ പൊളിച്ചാലത്തെ അവസ്ഥയല്ല ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം ഡിവൈൻ ആക്ടിവിറ്റീസാണ്. ഭഗവാൻ ലീലയാ വിനോദമാടുന്നു എന്ന കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ഭാഗവതം പഠിക്കാൻ. ശരാശരി ഒരു മനുഷ്യൻ്റെ ദൃഷ്ടി കൂടെ ഭാഗവതത്തിനെ കാണാൻ പാടില്ല. അപ്പോൾ ഇനി അടുത്തത് 31-ാമത്തെ ശ്ലോകം പറയണം. നന്ദം ച മോക്ഷതി ഭയാദരുണസ്യ പാശാൽ ഗോപാൻ ബിലേഷു പിഹിതാന്മയസൂനുനാ ച അന്യാപൃതം നിശിയസയാനമധിശ്രമേണ ലോകേ വിഗുണ്ട ഉപനേഷ്യതി ഗോകുലം സ്മാം. നന്ദം ച മോക്ഷ്യതി ഭയാദരുണസ്യ പാശാൽ, ഭയാത് വരുണസ്യ പാശാത് ഗോപാൻ ബിലേഷു പിഹിതാന്മയസൂനുനാ ച അന്യാപൃതം നിശിശയാനമധിശ്രമേണ ലോകേ വിഗുണ്ട ഉപനേഷ്യതി ഗോകുലം സ്മാം. നന്ദനെ വരുണൻ്റെ പാശം നിമിത്തമുള്ള ഭയത്തിൽ നിന്ന്, നന്ദഗോപരെ വരുണൻ്റെ പാശം നിമിത്തമുള്ള ഭയത്തിൽ നിന്ന് മോചിപ്പിക്കും. അതായത് ഒരു അശരീരി ഉണ്ടാവുകയാണ്. മയപുത്രനാൽ ഗുഹകളിൽ അടയ്ക്കപ്പെട്ട ഗോപന്മാരെയും മോചിപ്പിക്കും. പകലിൽ ഏറ്റവും പ്രവൃത്തിയുള്ളവരും അതിക്ഷീണത്തോടുകൂടെ രാത്രിയിൽ ഉറങ്ങുന്നതുമായ ഗോകുലത്തെ
വൈകുണ്ഠലോകത്തിൽ പ്രാപിപ്പിക്കും. ആശ്ചര്യം. അതായത് ഓരോരുത്തരുടെ വരാൻ പോകുന്ന ഗുണങ്ങളെ പറ്റിയിട്ട് പറയാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറയുക? ഈ കൃഷ്ണൻ നന്ദഗോപനെ വരുണപാശരൂപമായ ഭയത്തിൽ നിന്ന് വിടുവിക്കും. മയനെന്ന അസുരൻ്റെ പുത്രനായ വ്യോമനെന്നു പേരായ അസുരനാൽ ബിലങ്ങളിൽ അടയ്ക്കപ്പെട്ട ഗോപന്മാരെയും വിടുവിക്കും. പകൽ സമയത്തിൽ പ്രവൃത്തിയുള്ളവരും അതുകൊണ്ട് രാത്രിയിൽ വളരെ ക്ഷീണത്തോടുകൂടെ ദൃഢമായി ഉറങ്ങുന്നവരുമായ ഗോകുലവാസികളെ വൈകുണ്ഠത്തെ പ്രാപിപ്പിക്കുവാൻ തക്ക വിധമുള്ള പ്രവർത്തികളെ ചെയ്യും. ആശ്ചര്യം എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം 32. ഗോപൈർമഹേ പ്രതിഹതേ വ്രജവിപ്ലവായ ദേവേ അഭിവർഷതി പശൂൻ കൃപയാരിരിക്ഷു ധർത്തോചിലീന്ദ്രമിവ സപ്തദിനാനി സപ്തവർഷോ മഹീദ്രമനഘൈകരേ സലീലം. ഗോപൈർമഘേ പ്രതിഹതേ വ്രജവിപ്ലവായ ദേവേഭിവർഷതി പശൂൻ കൃപയാരിരിക്ഷു ധർത്തോചിലീന്ദ്രമിവ സപ്തദിനാനി സപ്തവർഷോ മഹീന്ദ്രമനഘൈകരേ സലീലം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ ഗോപന്മാരാൽ നടത്തപ്പെടുന്ന യാഗം, ഇന്ദ്രപ്രീതിക്ക് വേണ്ടിയിട്ട് ഗോപന്മാരാൽ നടത്തപ്പെടുന്ന യാഗം മുടക്കപ്പെട്ടപ്പോൾ ഗോകുലനാശത്തിനായിക്കൊണ്ട് ഇന്ദ്രൻ വർഷിക്കുന്ന സമയത്തിൽ 7 വയസ്സായവൻ 7 ദിവസം കളിയോടുകൂടെ പശുക്കളെ കാരുണ്യത്താൽ രക്ഷിക്കുവാൻ ഇച്ഛിക്കുന്നവനായിട്ട് നിർദോഷമായ ഏകകരത്തിൽ, അതായത് ദോഷമില്ലാത്ത ഭയപ്പെടേണ്ടതില്ലാത്ത അവസ്ഥ, ഏകകരത്തിൽ ഗോവർദ്ധന പർവ്വതത്തെ കൂണെന്ന പോലെ ധരിക്കും. ഒരു കുട പിടിച്ച് അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ മഴയത്ത് മുളച്ച കൂണിനെ പോലെ പിടിച്ച് നിൽക്കുന്ന പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം, ഗോപന്മാർ ഇന്ദ്രനെ കുറിച്ച് ചെയ്യുന്ന യാഗം നിർത്തൽ ചെയ്തപ്പോൾ ദേവേന്ദ്രൻ ഗോകുലത്തെ നശിപ്പിക്കുവാൻ വിചാരിച്ച മഴ പെയ്യ്ക്കും. ആ മഴ കൊണ്ട് ദുഃഖിക്കുന്ന പശുക്കളെ കരുണയോടുകൂടെ രക്ഷിക്കുവാനായി ആഗ്രഹിച്ച 7 വയസ്സായ ഈ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ കളിയായിട്ട് തൻ്റെ കയ്യിൽ കൂണിനെ കുടയാക്കി പിടിക്കും പോലെ പിടിക്കും. ഇതെല്ലാം ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഈ ദ്വിതീയ സ്കന്ധം കഴിയണോടുകൂടി ഈ ശുഗബ്രഹ്മ മഹർഷിയോട് പരീക്ഷിത്ത് മഹാരാജാവ് ഈ കഥ വിസ്തരിച്ച് പറയണമെന്നാണ് പിന്നെ 3-ാം സ്കന്ധം മുതൽക്കാണ് കഥ വരുന്നത്. അപ്പോൾ 1ഉം 2ഉം സ്കന്ധം ഈ ഭാഗവതത്തിൻ്റെ പ്രിയാമ്പിളാണ്. അപ്പോൾ ഈ ദശവിധ ലക്ഷണങ്ങൾ 3ാമത്തെ സ്കന്ധം മുതൽക്കാണ് തുടങ്ങുക. ഇതൊക്കെ ഒരു ജനറൽ ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രം. ഇനി 33ാമത്തെ ശ്ലോകം പറയണു. ക്രീഡൻ വനേ നിശി നിശാകര രശ്മി ഗൗര്യാം രാസോന്മുഖ കളപദായതമൂർച്ഛിതേന ഉദ്ദീപിതസ്മരരുജാം വ്രജഭൃദ്വധൂനാം ഹർത്തുർഹരിഷ്യതി ശിരോധനദാനുഗസ്യാം. ക്രീഡൻ വനേ നിശി നിശാകര രശ്മി ഗൗര്യാം രാസോന്മുഖ കളപദായതമൂർച്ഛിതേന ഉദ്ദീപിതസ്മരരുജാം വ്രജഭൃദ്വധൂനാം ഹർത്തുർഹരിഷ്യതി ശിരോ ധനധാനുഗസ്യാം. അതിൻ്റെ വാക്കാർത്ഥം പറയാം. ചന്ദ്രകിരണങ്ങളാൽ ധവള നിറമാർന്ന രാത്രിയിൽ രാസക്രീഡയിൽ താൽപ്പര്യമുള്ളവനായിട്ട് കാട്ടിൽ കളിക്കുന്നവനായ കൃഷ്ണൻ മനോഹര പദങ്ങളുള്ളതും ദീർഘവും ആലാപന വിശേഷമുള്ളതുമായ ഗാനത്താൽ ഉജ്ജ്വലിപ്പിക്കപ്പെട്ട മന്മഥ ദുഃഖത്തോടുകൂടിയ ഗോപസ്ത്രീകളുടെ ഹർത്താവ് എന്ന് പറഞ്ഞാൽ
ഹരിക്കുന്നവൻ, ഹർത്താവായ കുബേരാനുചരൻ്റെ ശിരസ്സിനെ ഹരിക്കും. അതായത് ഒരു ഗോപസ്ത്രീനെ കുബേരൻ്റെ ഒരു അനുചരം കൊണ്ടുപോകും. അവനെ ഭഗവാൻ ഹനിച്ച് അവളെ വീണ്ടുകൊണ്ടിരുന്നാണ് കഥയിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ശ്രീകൃഷ്ണ ഭഗവാൻ രാസക്രീഡയാകുന്ന മഹോത്സവത്തെ നടത്തുവാൻ ഒരുങ്ങിയവനായിട്ട് കാട്ടിൽ പ്രവേശിക്കും. ചന്ദ്രകിരണങ്ങൾ നിമിത്തം വെളുത്ത നിറമുള്ള രാത്രിയിൽ മനസ്സിനെ അപഹരിക്കുന്ന പദങ്ങളടങ്ങിയതും ദീർഘവും വിശേഷമുള്ളതുമായ ഗാനത്തെ കേട്ടിട്ട് ഉജ്ജ്വലിച്ചിരിക്കുന്ന മന്മഥവികാരത്തോടുകൂടിയ ഗോപസ്ത്രീകളെ അപഹരിച്ച കുബേര അനുചരനായ ശംഖചൂഡൻ്റെ ശിരസ്സിനെ അപഹരിക്കുന്നതാണ് വാക്ക്, അല്ല അർത്ഥം. ഇനി ആരേനൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഭഗവാൻ വേറെ വിനോദാടുക, അതിനെപ്പറ്റി 2 ശ്ലോകങ്ങൾ പറയുന്നുണ്ട് ഒന്നായിട്ട്. അതിന് വാക്കാർത്ഥം വരില്ല, പിന്നെ ഒരു ഭാവാർത്ഥമേ ഉള്ളൂ. യേ ച പ്രലംഭകരധർദുരകേശ്യ അരിഷ്ടമല്ലേഭകംസയവനാകുജപൗണ്ഡ്രകാദ്യാം അന്യേ ച ശാല്വകപിബല്ലദന്തവക്ത്രഃ സപ്തോക്ഷശംബരവിധൂരധരുക്മിമുഖ്യ ഏവാമൃതേ സമിതിശാലിന ആത്തചാപാം കാംഭോജമത്സ്യഗുരുകൈകയസൃഞ്ജയാദ്യാം യസ്യാന്ത്യർദർശനമലം ബലഭീമപാർത്ഥ വ്യാജാഹയേന ഹരിണാ നിലയം തദീയം. യേ ച പ്രലംഭകരധർധുരകേശരിഷ്ടമല്ലേഭ കംസയവനാകുജപൗണ്ഡ്രകാദ്യാം അന്യേ ച ശ്വാലകപിബല്ലദന്തവക്ത്രഃ സപ്തോക്ഷശംബരവിധൂരധരുക്മിമുഖ്യാം ഏവാമൃതേ സമിതിശാലിന ആത്മജാവാം കാംബോജമത്സ്യഗുരുകൈകയസൃഞ്ജയാദ്യാം യാസ്യാന്ത്യദർശനമലം ഫലഭീമപാർത്ഥ വ്യാജാഹ്വയേന ഹരിണാ നിലയം തദീയം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെ പറയാം? പ്രലംബൻ, കഴുതയുടെ ആകൃതി ധരിച്ചു വന്ന ധേനുകൻ. പ്രലംബൻ ഒരാൾ, കഴുതയുടെ ആകൃതി ധരിച്ചു വന്ന ധേനുകൻ, ദുർധരത്തിൻ്റെ ആകൃതിയിൽ വന്ന ഭഗൻ, കുതിരയുടെ രൂപം ധരിച്ച കേശി, അരിഷ്ടൻ, ചാണൂരൻ, മുഷ്ടികൻ മുതലായ മല്ലന്മാര്, കുവലയാപീഠമെന്നു പേരായ ഗജാസുരൻ, കംസൻ, 3 കോടി മ്ലേച്ഛ സൈന്യത്തിൻ്റെ അധിപനായ യവനൻ, നരകാസുരൻ, പൗണ്ഡ്രകൻ, ശാല്വൻ, കപിയായ ദ്വിവിധൻ, ബല്ലലൻ, ദന്തവക്ത്രൻ, കാളയുടെ രൂപം ധരിച്ച 7 രാക്ഷസന്മാർ, ശംബരൻ, വിധൂരഥൻ, രുക്മി മുതലായവർ, യുദ്ധത്തിൽ വിളങ്ങുന്നവരും വില്ലാളികളുമായ കാംബോജന്മാർ, മത്സ്യദേശത്തിലുള്ളവർ, കുരുദേശത്തിലുള്ളവർ, കേകയദേശക്കാർ, സൃഞ്ജയദേശക്കാർ, ഇവരെല്ലാം ബലരാമൻ, ഭീമസേനൻ, അർജുനൻ എന്ന കപടനാമധേയങ്ങളോടുകൂടിയ ഹരിനിമിത്തമായി ആർക്കും കാണാൻ കഴിയാത്തതും ശ്രീഹരിയെ സംബന്ധിച്ചതുമായ വൈകുണ്ഠത്തെ പ്രാപിക്കും. അത് പറയാത്തർത്ഥം ഭഗവാൻ ആർക്കെങ്കിലും മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഭഗവാൻ ആരെയെങ്കിലും വധിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മോക്ഷം കൊടുത്തു എന്നാണ്. അവരൊക്കെ നേരെ ഫ്രീ പാസ്സാണ്. എവിടേക്ക്? വൈകുണ്ഠത്തിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ആഖ്യാനം പറയുന്നുണ്ട്. പ്രലംബൻ മുതലായവർ ബലരാമൻ മുതലായവരാൽ ഹനിക്കപ്പെട്ടിരുന്നാലും അവരിൽ ശ്രീകൃഷ്ണൻ്റെ അനുപ്രവേശം നിമിത്തമാണ് അവർക്ക് അവരെ സംഹരിപ്പാൻ സാധിച്ചതെന്ന് സാരം. ആയിക്കോട്ടെ, നമുക്കിപ്പോൾ ബലരാമനാണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും ഒരേപോലെയാണല്ലോ. ഇനി 36ാമത്തെ ശ്ലോകം പറയുന്നു. കാലേന മിലീതധിയാമവമൃഷ്യനൃണാം സ്തോകായുഷാം സ്വനിഗമോ ഭദധൂരപാര
ആവിർഹിതസ്തനുയുഗം സഹി സത്യവത്യാം വേദദ്രുമം വിടപശോ വിഭജിഷ്യതി സ്മാം കാലേന മീലിതധിയാമവ അവമൃശ്യ അസ്യ നൃണാം സ്തോകായുഷാം സ്വനിഗമോ ബദദൂരപാര ആവിർഹിതസ്തനുയുഗം സഹി സത്യവത്യാം വേദദ്രുമം വിടഭശോ വിഭജിഷ്യതി സ്മാം. യുഗം തോറും കാലത്താൽ സങ്കോചിച്ച ബുദ്ധിയോടും, ഈ ഓരോ യുഗം കഴിയുന്തോറും ബുദ്ധിക്ക് സങ്കോചം ഉണ്ടാവുക, ബുദ്ധി വലുതാവുകയല്ല ചെയ്യുക, ബുദ്ധി കമ്മിയാവുക ചെയ്യുക. അല്പമായ ആയുസ്സോടും കൂടിയ മനുഷ്യർക്ക് നൃണാം എന്നാണ് വാക്ക്, ന്യൂണാം മനുഷ്യർക്ക് തൻ്റെ അഭിപ്രായം അറിയുവാൻ കഴിയാത്തതെന്ന് വിചാരിച്ചിട്ട് അവൻ സത്യവതിയിൽ ആവിർഭവിച്ചവനായിട്ട് വേദമാകുന്ന വൃക്ഷത്തെ ശാഖകളായിട്ട് വിഭാഗിക്കും. അതായത് കൃഷ്ണദ്വൈപായനൻ എന്ന പേരിൽ വ്യാസരായിട്ട് ജനിക്കും. ഇതാണ് പറയേണ്ട താല്പര്യം. യുഗം തോറും കാലത്താൽ കുറഞ്ഞു വരുന്ന ബുദ്ധിയോടും അല്പമായ ആയുസ്സോടും കൂടിയ മനുഷ്യർക്ക് ഈശ്വരനായ തൻ്റെ അഭിപ്രായമായ വേദം സമുദ്രം പോലെ കരകാണുവാൻ കഴിയാത്തതായിട്ട് വരുമെന്ന് കരുതിയ ആ ഭഗവാൻ സത്യവതിയിൽ അവതരിച്ചിട്ട് വേദമാകുന്ന വൃക്ഷത്തെ ശാഖകളായിട്ട് വിഭാഗിക്കും. അതാണ് വ്യാസാവതാരം എന്ന് പറയുന്നത്. 37ാമത്തെ ശ്ലോകം. ദേവദ്വിഷാം നിഗമവർത്മനി നിഷ്ഠിതാനാം പൂർഭിർമയേന വിഹിതാഭിരദൃശ്യദുർഭി ലോകാൻ മതിവിമോഹമതി പ്രലോഭം വേഷം വിധായ ബഹുഭാഷത ഔപധർമ്മ്യം. ദേവദ്വിഷാം നിഗമവർമ്മനി നിഷ്ഠിതാനാം പൂർഭിർമയേന വിഹിതാഭിരദൃശ്യദുർഭി ലോകാൻ മതിവിമോഹമതി പ്രലോഭം വേഷം വിധായ ബഹുഭാഷ്യത ഔപധർമ്മ്യം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ ദേവന്മാരുടെ ശത്രുക്കളും വേദമാർഗത്തിൽ ഉറച്ചിരിക്കുന്നവരും മയനാൽ ഉണ്ടാക്കപ്പെട്ടതും കാണപ്പെടുവാൻ കഴിയാത്ത വേഗമുള്ളതുമായ പുരങ്ങളാൽ ലോകങ്ങളെ സംഹരിക്കുന്നവരുടെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നതും വഞ്ചിപ്പിക്കുന്നതുമായ വേഷത്തെ ധരിച്ചിട്ട് പാഖണ്ഡമതത്തെ അധികം ഭാഷിക്കും. പാഖണ്ഡമതത്തെ എന്ന് പറഞ്ഞാൽ നാസ്തികരുടെ എന്നർത്ഥം പറയാം. മത്സ്യമാംസാദികൾ മധുപാനം ചെയ്യുന്നവരെന്നൊക്കെ അർത്ഥം വരികയില്ല. അപ്പോൾ ദേവന്മാരുടെ ശത്രുക്കളും വേദങ്ങളിൽ പറയുന്ന കർമാനുഷ്ഠാനങ്ങളിൽ വിശ്വാസം ഉറച്ചവരും മയൻ നിർമ്മിച്ചതും ദേവന്മാർക്ക് കൂടെ കാണപ്പെടുവാൻ കഴിയാത്ത വേഗത്തോടു കൂടിയതുമായ 3 പുരങ്ങളെ കൊണ്ട് ലോകങ്ങളെ ഹിംസിക്കുന്നവരുമായ അസുരന്മാരുടെ ബുദ്ധിക്കുള്ള യോഗ്യതയെ നശിപ്പിക്കുന്നതും അയോഗ്യമായ സംഗതിയെ യോഗ്യമാണെന്ന് ബോധിപ്പിക്കുവാൻ ഉപകരിക്കുന്നതുമായ, അത് ഒന്ന് ശ്രദ്ധിക്കണം അവിടെ, അയോഗ്യമായ സംഗതിയെ യോഗ്യമാണെന്ന് ബോധിപ്പിക്കുക. സംഗതി അയോഗ്യമാണ്, ഗുഡ് ഫോർ നത്തിങ് ആണ്, അത് ബെറ്റർ ആണെന്ന് ബോധിപ്പിക്കുന്ന രീതി, അതാണ് ബോധിപ്പിക്കുവാൻ ഉപകരിക്കുന്നതുമായ പാഷണ്ഡ വേഷത്തെ ധരിച്ചിട്ട് ഭഗവാൻ വേദവിരുദ്ധമായ മതത്തെ അവർക്ക് ബോധിപ്പിക്കും. അത് ബുദ്ധാവതാരമാകുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ പ്ലസ് മൈനസിലേക്ക് നമ്മൾ പോകണ്ട. പറഞ്ഞ മനസ്സിലായില്ലേ? ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പിക്കും, പക്ഷേ ശരിയല്ല അവരുടെ അനുഷ്ഠാനങ്ങൾ. അതാണ് ബുദ്ധമതത്തിൻ്റെ, നമ്മൾക്കതിൻ്റെ എന്താണെന്ന് പറയാം, ഭാഗവതത്തിനെ മാനിക്കാനേ നമുക്ക് നിവർത്തിയുള്ളൂ. 38 യർഹ്യാലയേഷ്വപി സദാം നഹരേ കഥാസ്യു
പാഷണ്ഡിനോ ദ്വിജജനാ വൃഷളാന്യവേന്യദേവാം സ്വാഹാ സ്വദാ വിഷഡിതി സ്മഗിരോ നയത്ര സാസ്താ ഭവിഷ്യതി കലേർഭഗവാൻ യുഗാന്തേ യർഹ്യാലയേഷു സദാം നഹരേ കഥാ സ്യു പാഷണ്ഡിനോ ദ്വിജജനാ വൃഷളാന്യദേവാ വൃഷള നൃദേവ എന്നാട്ടോ. സ്വാഹാ സ്വധാ വഷഡിതി സ്മഗിരോ നയത്ര സാസ്താ ഭവിഷ്യതി കലേർ ഭഗവാൻ യുഗാന്തേ. എപ്പോൾ സത്തുക്കളുടെ ഭവനങ്ങളിലും ഹരിയുടെ കഥകൾ ഇല്ലാതാകുമോ? നോക്കൂ, എപ്പോൾ സത്തുക്കളുടെ ഭവനങ്ങളിൽ ഹരിയുടെ കഥകൾ ഇല്ലാതാകുമോ? ബ്രാഹ്മണർ ദൈവവിരോധികളാകുമോ? ബ്രാഹ്മണർ കൂടി എന്താവും? ദൈവവിരോധികളാകുമോ? അതാണ് പാഷണ്ഡിന. ശൂദ്രന്മാർ രാജാക്കന്മാരാകുമോ? എപ്പോൾ സ്വാഹ സ്വധാവഷ്ട് ഇതി എപ്പോൾ സ്വാഹ സ്വദാ വഷഡ് എന്ന വാക്കുകൾ ഇല്ലാതാകുമോ? യുഗാവസാനത്തിൽ ശ്രീ മഹാവിഷ്ണു കലിയുടെ ശാസിതാവായിട്ട് ഭവിക്കും. അതാണ് കൽക്കിയായിട്ട് ഭവിക്കും എന്ന് പറയണത്. ഏതു കാലത്തിൽ സജ്ജനങ്ങളുടെ വാസസ്ഥാനങ്ങളിൽ പോലും ശ്രീഹരി കഥാപ്രസംഗം ഇല്ലാതാകുകയും ശ്രീഹരിയുടെ വാസസ്ഥാനത്ത് ഹരികഥാ കാലക്ഷേപം ഇല്ലാണ്ടായാലത്തെ സ്ഥിതി എന്താ? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരായ 3 വർഗക്കാരും ഈശ്വരവിശ്വാസം ഇല്ലാത്തവരും വേദവിരുദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നവരുമായിരിക്കും. ശൂദ്രന്മാർ രാജാക്കന്മാരായി വരികയും ചെയ്യുന്നുവോ? യാഗാദി കർമാനുഷ്ഠാനങ്ങൾ ഇല്ലാതെ വരികയും സ്വാഹ സ്വദാ വഷഡ് എന്നീ വാക്കുകൾ കേൾക്കപ്പെടാതെ വരുന്നുവോ? ആ കാലത്തിൽ ഈ വക ദോഷങ്ങളെ ജനിപ്പിക്കുന്ന കലിയെ നശിപ്പിക്കുന്നവനായിട്ട് ശ്രീ ഭഗവാൻ മഹാവിഷ്ണു കൽക്കിയായി അവതരിക്കും. അടുത്തത്, സർഗേ തപോഹമൃഷയോ നവ യേ പ്രജേഷ സ്ഥാനേ ച ധർമ്മമഗമന്വമരാവനീഷാം അന്തേ ത്വധർമ്മ ഹരമന്യുവശാസുരാദ്യാം മായാവിഭൂതയയിമാ പുരുഷക്തിഭാജാം. സർഗേ തപോഹമൃഷയോ നവയേ പ്രജേഷാം സ്ഥാനേ ച ധർമ്മമഗമന്വമരാവനീഷാം അന്തേ ധർമ്മഹരമന്യുവശാസുരാദ്യാം മായാവിഭൂതയയിമാ പുരുഷക്തിഭാജാം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ സൃഷ്ടിയിൽ തപസ്വരൂപനായ ഞാനും ഋഷികളും പ്രജാപതികളായ 9 പേരും പരിപാലനത്തിൽ ധർമ്മം യാഗം മനുക്കൾ അമരന്മാർ ഇവരും സംഹാരത്തിൽ അധർമ്മം രുദ്രൻ സർപ്പങ്ങൾ അസുരന്മാർ മുതലായവർ യാതൊരുത്തരോ ഇവർ അനേക ശക്തിയുള്ളവൻ്റെ മായാശക്തികളാകുന്നു. അനേക ശക്തിയുള്ള ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് ഇവരെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതാണ് ഇനി ഭാവാർത്ഥത്തിൽ വരുന്നത്. സൃഷ്ടി ചെയ്യുന്നതിൽ തപസ്സിൻ്റെ സ്വരൂപമായ ഞാനും ഋഷികളും പ്രജാപതികൾ 9 പേരും പരിപാലനത്തിൽ ധർമ്മദേവനും യാഗസ്വരൂപനായ വിഷ്ണുവും മനുക്കളും ദേവന്മാരും രാജാക്കന്മാരും സംഹരിക്കുന്നതിൽ അധർമ്മവും രുദ്രനും സർപ്പങ്ങളും അസുരന്മാർ മുതലായവരും ഇവരെല്ലാവരും അനന്തശക്തിയോടുകൂടിയ ഈശ്വരൻ്റെ മായാവിലാസങ്ങളാകുന്നു. അപ്പോൾ ഒന്നിനും നമ്മൾ കുറ്റം പറയാൻ പാടില്ല, എല്ലാറ്റിനും നമ്മൾ ബഹുമാനിക്കും വേണം. 40ാമത്തെ ശ്ലോകം. വിഷ്ണോർന്നു വീരഗണനാം കഥമോർഹതീഹ യഃ പാർത്ഥിവാന്യഭികവിർവിമമേ രജാംസി
ചസ്കംഭയ സ്വരഹസാസ്ഖലദാതൃപൃഷ്ഠാം യസ്മാത്രിസാമ്യസദനാധുരുകമ്പയാനാം വിഷ്ണോർന്നു വീരഗണനാം കഥമോർഹദീഹ യ പാർത്ഥിവാന്യഭികവിർവിമമീ രജാംസി ചസ്കംഭയസ്വരഹസാസ്ഖലദാതൃപൃഷ്ഠം യസ്മാത്രിസാമ്യസദനാധുരുകമ്പയാനം. പറയണോ? യാതൊരു വിദ്വാൻ പൃഥിവിയിലുള്ള പൊടികളെയും കണക്കാക്കിയോ ഏതൊരുവൻ വിഷ്ണുവിൻ്റെ മഹിമയുടെ ഗണനയെ അർഹിക്കുന്നു. യാതൊരുവൻ തടസ്സമില്ലാത്തതായ തൻ്റെ വേഗത്താൽ 3 ഗുണങ്ങളെയും സമമായിരിക്കുന്ന സ്ഥാനത്തെ അപേക്ഷിച്ച് ഏറ്റവും ചലനമുള്ളതായ സ്വർഗത്തെ ധരിച്ചു. അത് മുഴുവനായിട്ട് ക്ലിയർ ആയി ഉണ്ടാവില്ല. അങ്ങനെയാണ് അതിൻ്റെ ഘടന. ഇനി അതിന് ഭാവാർത്ഥം പറയാം. അപ്പം ശരിയാവും. വിഷ്ണുവിൻ്റെ അവതാര മഹിമയെ പറ്റി ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും സംഗ്രഹിച്ചിട്ടാകുന്നു. ഇനി അതിനെ വിപുലപ്പെടുത്തിയിട്ടാണ് പറയാൻ പോണത്. അപ്പോഴാണ് നമുക്ക് ഈ ഭാഗവതം തുടങ്ങുന്നത്. അപ്പോൾ ഏറ്റവും സംഗ്രഹിച്ച വിസ്തരിച്ച് പറവാൻ ആർക്കും കഴിയില്ല എന്ന് കാണിക്കുന്നു. ഭൂമിയിലുള്ള ധൂളികളെയും ആർക്ക് കണക്കാക്കുവാൻ കഴിയുമോ? ആ മാതിരിയുള്ള വിദ്വാനായാൽ കൂടെ ശ്രീ വിഷ്ണുവിൻ്റെ മഹിമയെ ഗണിച്ച് തീർച്ചപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ 3 ഗുണങ്ങളും ഏതൊരു സ്ഥാനത്തിൽ ക്ഷോഭിക്കാതെ സാമ്യാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നുവോ ആ സ്ഥാനമായ സത്യലോകത്തെ അപേക്ഷിച്ച് ഏറ്റവും ചഞ്ചലമായിരിക്കുന്ന സ്വർഗലോകത്തെയും യാതൊരു ഭഗവാൻ ധരിച്ചിരിക്കുന്നു. അപ്രകാരമിരിക്കുന്ന ഭഗവാന്റെ വീര്യഗണന ഏറ്റവും അസാധ്യമാണെന്ന് മനസ്സിലാക്കണം. സാധ്യമാണെന്ന് മനസ്സിലാക്കരുത്. എന്നാൽ ഈശ്വരൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടായാലോ ശരിയാവും ചെയ്യും. അതാണ് സ്വാത്വിക ഗുണനിധികൾക്ക് സാധിക്കും, മറ്റുള്ളവർക്ക് സാധിക്കില്ല എന്ന് പറയും. വിഷ്ണോർന്നുകം വീര്യാണി പ്രവോചം യ പാർത്ഥിവാനി വിമമേ രജാംസി എന്ന് ശ്രുതി പറയണ്ടായി. ഇനി 41-ാമത്തെ ശ്ലോകം. ന അന്തം വിദാമ്യഹമമീ മുനയോ അഗ്രജാസ്തേ മായാബലസ്യ പുരുഷസ്യ കുതോ പരേയേ ഗായൻ ഗുണാൻ ദശശതാനന ആദിദേവാ ശേഷോ അധുനാഭിസമവസ്യതി നാസ്യ പാരം. ന അന്തം വിദാമ്യഹമമീ മുനയോ അഗ്രജാസ്തേ മായാബലസ്യ പുരുഷസ്യ കുതോ അപരേയേ ഗായൻ ഗുണാൻ ദശശതാനന ആദിദേവാ ശേഷോധുനാഭിസമവസ്യതി നാസ്യ പാരം. പുരുഷൻ്റെ മായാബലത്തിൻ്റെ അവസാനത്തെ ഞാൻ അറിയുന്നില്ല. അതായത് അനന്തമാണത്. നിൻ്റെ മുമ്പിൽ ജനിച്ചവരായ ഈ മുനികളും അന്യന്മാരായവ ചിലർ എങ്ങനെ അറിയും? 1000 മുഖമുള്ള ആദിദേവനായ ആദിശേഷൻ കൂടെ ഗുണങ്ങളെ പാടുന്നവനായിട്ട് ഇപ്പോഴും ഇതിൻ്റെ കരയെ പ്രാപിക്കുന്നില്ല. അതായത് 1000 നാവുള്ള ആദിശേഷൻ 2000 നാവുകളെ കൊണ്ട് 365 ദിവസവും പാടിക്കൊണ്ട് വർഷങ്ങൾ എന്താണെന്ന് പറയുക, കാല ഗണികത്തിന് എന്തൊക്കെയുണ്ടോ ചതുരികങ്ങൾ അല്ലെങ്കിൽ എത്ര ചതുരികങ്ങൾ പാടിയാലും അത് അവസാനിക്കണില്ല എന്നാണ് പറഞ്ഞത്. അതിനെയാണ് നമ്മൾ 7 ദിവസം കൊണ്ട് പറയണത്. അപ്പോൾ അത്രയും താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഗുണം ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടുന്നല്ലാണ്ട് പരസ്യമായിട്ട് അതൊരു എന്താണെന്നാ പറയുക, ഞാനും കുറിച്ച് പാൽക്കഞ്ഞി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അത് അഭിലഷണീയമല്ല. അത്രയും ഭഗവാനാൽ തിരഞ്ഞെടുക്കുന്നവർക്ക് ഭഗവാന്റെ വിഭൂതികളെ അറിയിക്കും എന്നുള്ള പ്രമാണമാണ് അതിൻ്റെ ശരിയായ രീതി.
അപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് പറയുക? ഈ പരമപുരുഷൻ്റെ മായാബലത്തെ ഞാനും അറിയുന്നില്ല, നിനക്ക് മുമ്പ് ജനിച്ചവരായ സനകാദികളും അറിയുന്നില്ല. ആരാ? നാരദരോടാണ് പറഞ്ഞതേ. പിന്നെ ആർ തന്നെ അറിയും? 1000 മുഖമുള്ള ആദിദേവനായ ശേഷൻ, ആദിശേഷൻ കൂടെ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്നും കര കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരു ശ്ലോകം കൂടി പറഞ്ഞിട്ട് നിർത്താം. 42ാമത്തെ ശ്ലോകം. യേഷാം സയേവ ഭഗവാൻ ദയയേദനന്ദ സർവാത്മന ആശ്രിതപദോ യതി നിർവ്യളീകം തേ ദുസ്തരാം മതിതരന്തി ച ദേവമായാം നൈഷാം മമാഹമിതി ധീ സ്വസൃഗാലഭക്ഷ്യേ. യേഷാം സയേവ ഭഗവാൻ ദയയേദനന്ദ സർവാത്മന ആശ്രിതപദോ യതി നിർവ്യളീകം തേ ദുസ്തരാം മതിതരന്തി ച ദേവമായാം നൈഷാം മമാഹമിതി ധീ സ്വസൃഗാലഭക്ഷ്യേ. സർവഭാവത്തോടുകൂടെ കപടമില്ലാതെ ആശ്രയിക്കപ്പെട്ട പദങ്ങളോടുകൂടിയ നാശരഹിതനായ ആ ഭഗവാൻ തന്നെ ആരുടെ നേരെ ദയ കാണിക്കുമോ അവർ കടക്കുവാൻ സാധിക്കാത്തതായ ഈശ്വരമായയെ അതിക്രമിക്കുന്നു. ഞാൻ പറഞ്ഞത് ഭഗവാൻ എന്നെ കൊണ്ട് പറഞ്ഞു. അതുണ്ട്, ഭഗവാൻ വിചാരിച്ചാൽ നടക്കും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ കടക്കുവാൻ സാധിക്കാത്തതായ ഈശ്വരമായയെ അതിക്രമിക്കുന്നു. ഇവർക്ക് നായിനും കുറുക്കനും തിന്മാനുള്ള ശരീരത്തിൽ എൻ്റേതെന്നും ഞാനെന്നുമുള്ള ബുദ്ധിയില്ല. ആർക്കാണ് ആത്മാവ് ശരീരമല്ല, ഡിവൈനാണ്, അത് ആത്മാവിൻ്റെ ഉള്ളിലാണ്, ഈശ്വരൻ എൻ്റെ ഉള്ളിലാണ്, ചൈതന്യ രൂപത്തിലിരിക്കണു, ശരീരം നശിക്കുന്നതാണ്, നശിക്കുന്നതിന് മുമ്പേ മോക്ഷപ്രാപ്തി വേണം എന്ന് വിചാരിക്കണവരൊക്കെ രക്ഷപ്പെടും, ഇല്ലാത്തവർ രക്ഷപ്പെടില്ല, ചുരുക്കി പറഞ്ഞ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥാണ് ഇനി പറയണത്. ഈശ്വരമായയെ ആർക്കും അറിവാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുക്തി സിദ്ധിക്കും എന്ന ശങ്കയെ തീർക്കണം. സർവാത്മാവായിരിക്കുന്ന ഭഗവാന്റെ പാദകമലത്തെ സർവാത്മന കപടമില്ലാതെ ആശ്രയിക്കുന്നുവെങ്കിൽ അവരെക്കുറിച്ച് നാശരഹിതനായ ഭഗവാൻ കരുണയുള്ളവനായിരിക്കും. കാപട്യമില്ലാത്തവൻ്റെ മനസ്സിൽ ഭഗവാൻ നിറഞ്ഞു നിൽക്കും. എന്നാൽ അവർ മറ്റുള്ളവർക്ക് കടക്കുവാൻ കഴിയാത്തതായ മായയെ കടക്കും. മായാതത്വത്തെ അറിയുകയും ചെയ്യും. അവർക്ക് മായാബാധയില്ലെന്ന് പ്രത്യക്ഷമായി അറിയാം. എങ്ങനെയെന്നാൽ നായിനും കുറുക്കനും ഭക്ഷണമായി തീരുന്ന ഈ ശരീരത്തിൽ ഞാനെന്നും എൻ്റേതുമെന്നുള്ള ഭാവം അവർക്കുണ്ടാകയില്ല. അഹന്താമമത നാശമാണ് ഭഗവത് അനുഗ്രഹ ലക്ഷണം. അഹന്ത മമത നാശമാണ് ഭഗവത് അനുഗ്രഹ ലക്ഷണം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമസ്കാരം. നാളെ കാണാം.